ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും മുന്നിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപാ, ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമൃതം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫലാം സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകകൃത്പ്രദാം സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വന്തോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തുതാം. പരമാനന്ദ പാഠായ പ്രേമവർഷ്യക്ഷരായതേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ഗ്രന്ഥരാജ ശ്രീമദ് ഭാഗവതം കി ജയ, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव वृंद की जय. ഹരേ കൃഷ്ണ. സോയി വളരെ മനോഹരമായ ഈ ഒരു ദിവസം എല്ലാവരും ഭാഗവതം ക്ലാസിന്റെ അല്ലെങ്കിൽ ഭാഗവതം ശ്രവിക്കുന്നതിനായി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ വളരെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഭാഗവതത്തെ കുറിച്ച് രാവിലെ എല്ലാ ദിവസവും രാവിലെ ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരവസരം. നിങ്ങൾ ഈ ഭക്തരെല്ലാവരും വന്ന് ഒത്തുകൂടുന്നത് കൊണ്ട് എനിക്കും ഇതിനുള്ളൊരു അവസരം ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടവനാണ് നിങ്ങളോട് എല്ലാവരോടും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിന്റെ 3-ാമത്തെ സ്കന്ധത്തിലെ വിശ്വരൂപത്തിന്റെ സൃഷ്ടി എന്ന 6-ാം അധ്യായത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം
വർണ്ണങ്ങളുടെ ആവിഷ്കരണമാണ്. 4 വർണ്ണങ്ങൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന 4 വർണ്ണങ്ങൾ ഭഗവാൻ ആവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ അവിരാട് രൂപത്തിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് പ്രകടമാകുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ കൊണ്ട് നമ്മൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും പ്രകടമാകുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്ലോകം 33 ശൂദ്രരുടെ ആവിഷ്കരണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹരേ കൃഷ്ണ. പദ്ഭ്യാം ഭാഗവതോ ജജ്ഞേ ശുശ്രൂഷാ ധർമ്മസിദ്ധയേ തസ്യാം ജാതപുരാ ശൂദ്രോ യദ്വൃത്യാ തുഷ്യതേ ഹരിഹി. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. അതിനുശേഷം ധാർമ്മിക പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണാർത്ഥം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാലുകളിൽ നിന്ന് സേവനം ആവിർഭവിച്ചു. സേവനങ്ങളാൽ ഭഗവാനെ സംതൃപ്തരാക്കുന്ന ശൂദ്രന്മാരാണ് കാലുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ആ വിവർത്തനത്തില് അല്ലെങ്കിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? സേവനങ്ങളാൽ ഭഗവാനെ സംതൃപ്തരാക്കുന്ന ശൂദ്രന്മാരാണ് കാലുകളിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോ കാലുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവരേറ്റവും മോശപ്പെട്ടവരാണെന്നോ അല്ലെങ്കിൽ താഴ്ന്നവരാണെന്നോ ഒരിക്കലും ഒരർത്ഥം വരുന്നില്ല. സോ അവരുടെയും ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുക എന്നത് മാത്രമാണ്. സോ അങ്ങനെ സേവനങ്ങളാൽ ഭഗവാനെ സംതൃപ്തരാക്കുന്ന ശൂദ്രന്മാരാണ് കാലുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഫസ്റ്റ് പാരഗ്രാഫ് ഗംഗാധർ പ്രഭുവാണ്, സെക്കൻഡ് ഞാൻ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. എല്ലാ ജീവസത്തകളുടെയും വ്യവസ്ഥാധിഷ്ഠിതമായ തൊഴിൽ സേവനമാകുന്നു. ജീവസത്തകൾ ഭഗവാന് സേവനമനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണ്. അവർക്ക് തങ്ങളുടെ സേവന മനോഭാവത്താൽ ധാർമ്മികമായ പരിപൂർണത നേടാൻ കഴിയും. ആശയപരമായ ജ്ഞാനാർജനത്തിനെന്ന വ്യാജേന മാനസിക ആനുമാനങ്ങൾ നടത്തുന്നവർക്ക് ധർമ്മപരമായ പരിപൂർണത കൈവരിക്കാൻ കഴിയില്ല. ആത്മീയവാദികളിലെ ജ്ഞാനി വിഭാഗക്കാർ ആത്മാവിനെ പദാർത്ഥത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഊഹാപോഹങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും ജ്ഞാനത്താൽ സ്വതന്ത്രമാക്കപ്പെട്ട അവർക്ക് ആത്മാവിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരറിവുമില്ല. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടാതെ മാനസികമായ ഊഹാപോഹങ്ങളിൽ ഏർപ്പെട്ട് കഴിയുന്നവർ വെറുതെ കാലം കളയുകയാണ് ചെയ്യുന്നത്. ധാർമ്മിക പ്രക്രിയകളുടെ പരിപൂർണീകരണത്തിന് വേണ്ടി ഉള്ള സേവനം ഉദ്ഭവിച്ചത് ഭഗവാന്റെ കാലുകളിൽ നിന്നാണ് എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. എന്നാൽ ഭൗതിക ലോകത്തെ ഈ സേവന ആശയവും അതീന്ദ്രിയ സേവനവും രണ്ടാണ്. ഭൗതിക ലോകത്ത് സേവകനാകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും അധികാരികളാകാനാണ് ആഗ്രഹം. ബദ്ധാത്മാവിന്റെ ഈ അടിസ്ഥാനത്തെ ബദ്ധാത്മാവിന് എപ്പോഴും മറ്റുള്ളവരുടെ പ്രഭു ആകാനാണ് ആഗ്രഹം. ഒടുവിൽ ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ മായാബാധയാൽ ഭൗതിക ലോകത്ത് സേവകനാകാൻ അവൻ നിർബന്ധിതനാകുന്നു. ബദ്ധാത്മാവിന്റെ യഥാർത്ഥ സ്ഥിതി അതാണ്. ഒരുവനിൽ താൻ ഭഗവാന് തുല്യനാണെന്ന മിഥ്യാസങ്കല്പം ഉളവാക്കുകയാണ് ഭൗതിക ശക്തിയായ മായയുടെ അവസാനത്തെ കുരുക്ക്. ഈ സങ്കല്പം മൂലം താൻ നാരായണന് തുല്യം നല്ലവനായ സ്വതന്ത്ര ആത്മാവാണെന്ന തെറ്റായ വിചാരത്തോടെ അവൻ എന്നും ഭൗതികതയുടെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. അത് വായിച്ചിട്ട് ഹരേ കൃഷ്ണ. സേവന മനോഭാവം ഇല്ലാത്ത ഒരു ബ്രാഹ്മണനാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ എന്നും ഒരു ശൂദ്രനായി കഴിയുന്നതാണ് വാസ്തവത്തിൽ നല്ലത്. കാരണം സേവന മനോഭാവം മാത്രം മതി ഭഗവാനെ സംതൃപ്തനാക്കാൻ. എല്ലാ മനുഷ്യജീവിയും യോഗ്യത കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ പോലും ഭഗവാന്റെ അതീന്ദ്രിയ സേവനം ഏറ്റെടുക്കണം. ഈ സേവന മനോഭാവമാണ് ജീവസത്തയുടെ പരിപൂർണതയെന്ന് ഭഗവത്ഗീതയും ഭാഗവതവും ഒരുപോലെ പിന്തുണയ്ക്കുന്നു. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനോ ശൂദ്രനോ ആയാലും
തന്റെ തൊഴിൽപരമായ കർത്തവ്യങ്ങൾ ഭഗവത് സമർപ്പണങ്ങളായി അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അവയ്ക്ക് പരിപൂർണത കൈവരികയുള്ളൂ. വൈദിക വിവേകത്തിലെ അവഗാഹത കൊണ്ട് ഒരു ബ്രാഹ്മണന് ഒരു പക്ഷേ ഇത് അറിയാമായിരിക്കാം. മറ്റ് വിഭാഗക്കാർ ഒരു ബ്രാഹ്മണ വൈഷ്ണവ യോഗ്യത കൊണ്ട് ബ്രാഹ്മണനും പ്രവൃത്തി കൊണ്ട് വൈഷ്ണവനും ആയ ഒരുവൻ വൈഷ്ണവന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരേണ്ടി വരും. ഇത് സാമൂഹിക ക്രമനിർമ്മിതി പ്രകാരം മുഴുവൻ സമൂഹത്തെയും പരിപൂർണതയിലെത്തിക്കും. ക്രമീകൃതമല്ലാത്ത ഒരു സമൂഹത്തിന് അതിലെ അംഗങ്ങളെയോ ഭഗവാനെയോ സംതൃപ്തമാക്കാൻ കഴിയില്ല. ഒരുവൻ പരിപൂർണനായ ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ലെങ്കിൽ പോലും തന്റെ സാമൂഹിക പദവിയുടെ പരിപൂർണതയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കാതെ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ഏറ്റെടുത്ത് പരമോന്നതനായ ഭഗവാന് സേവനം ചെയ്യാനുള്ള മനോഭാവം വളർത്തി ഒരു പരിപൂർണ മനുഷ്യനായി തീരാൻ നിഷ്പ്രയാസം സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചതിന് നന്ദി. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഏറ്റവും കോൺട്രവേഴ്സ്യൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏറ്റവും എന്താ പറയാ ഒരു ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ എന്തായാലും പറയുന്ന വാക്ക് പ്രചാരത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട, അതായിരിക്കും കറക്റ്റ് വാക്ക്. യെസ്, ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ശ്രീല പ്രഭുപാദ ഭാവാർത്ഥത്തിൽ അതിലെ രസകരമായിട്ട് അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. ആ ഭാവാർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ശ്ലോകത്തിന്റെ വിവർത്തനം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് ഭാവാർത്ഥത്തിലേക്ക് കിടക്കാം. അതിനുശേഷം, അതായത് 3 വർണ്ണങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം ധാർമ്മിക പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണാർത്ഥം അപ്പോ ശൂദ്രൻ എന്ന സൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു എക്സ്പാൻഷൻ എന്ന് തന്നെ പറയാം നടന്നില്ല എങ്കിൽ ധാർമ്മിക പ്രവർത്തനങ്ങൾ പൂർത്തിയല്ല. അല്ലെങ്കിൽ വിത്തൗട്ട് ശൂദ്രനില്ലാതെ ധാർമ്മിക പ്രവൃത്തി പൂർത്തീകരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ജസ്റ്റ് ഹി ക്രിയേറ്റഡ് ശൂദ്ര, അല്ലെങ്കിൽ പാദത്തിൽ നിന്ന് ശൂദ്രൻ വന്നു വളരെ മോശമായ ഒരാളാണ് ശൂദ്രൻ എന്നൊരു അർത്ഥം ഒരിക്കലും നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. ഇത് വാദിക്കുന്നവരോട് വളരെ സ്പഷ്ടമായിട്ട് ഈ ശ്ലോകം കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം, ധാർമ്മിക പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണാർത്ഥം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാലുകളിൽ നിന്ന് സേവനം ആവിർഭവിച്ചു. ധർമ്മത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിത്തൗട്ട് സർവീസ് നോട്ട് പോസിബിൾ. സോ സേവനങ്ങളാൽ ഭഗവാനെ സംതൃപ്തരാക്കുന്ന ശൂദ്രന്മാരാണ് കാലുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ധർമ്മത്തിന്റെ പൂർത്തീകരണം അത് ഏറ്റവും വിശേഷമായ കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ക്ലാരിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ എക്സ്പാൻഷൻ ഓഫ് ക്രിയേഷൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് സേവകന്മാരാണ്. സേവകന്മാരുടെ സേവനങ്ങളാൽ ആണ് ധാർമ്മിക പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. നമുക്ക് വളരെയധികം ഡീപ്പായിട്ടുള്ള നോളജ്, കുറെ കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാനുണ്ട്. കാരണം നമ്മുടെ തെറ്റായ ധാരണ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശൂദ്രൻ ഒരിക്കലും സമൂഹത്തിന് വേണ്ടാത്തവനോ അല്ലെങ്കിൽ മോശമായിട്ടുള്ളവനോ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവനോ അല്ല എന്ന ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഇതിന്റെ ഭാവാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ജീവസത്തകളുടെയും വ്യവസ്ഥാധിഷ്ഠിതമായ തൊഴിൽ സേവനമാകുന്നു. എല്ലാ ജീവസത്തകളുടെയും വ്യവസ്ഥാധിഷ്ഠിതമായ തൊഴിൽ സേവനമാകും. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഓർക്കാൻ പറ്റുമോ? എന്താണ് ഇതെന്ത് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ കൂടി നമുക്കിത് എവിടെയാ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമോ? എല്ലാ ജീവസത്തകളുടെയും വ്യവസ്ഥാധിഷ്ഠിതമായ തൊഴിൽ സേവനമാകുന്നു. സേവനം എന്ന് പറഞ്ഞാൽ സർവീസ് ടു എനിബഡി, ആർക്ക് വേണേലാകാം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സേവകനാണ്. അപ്പം ആ സേവകൻ എന്ന നിലയിൽ ഇപ്പൊ പറഞ്ഞ ആ വ്യവസ്ഥാധിഷ്ഠിതമായത് എന്ന് പറയുമ്പോൾ നമുക്ക്
ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്ന ജീവേർ സ്വരൂപേര് എന്താണ്? കൃഷ്ണേര നിത്യദാസ്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. നമ്മുടെ എറ്റേണൽ ആയിട്ടുള്ള ഐഡന്റിറ്റി തന്നെ, ജീവാത്മാവിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ദാസനാണ്. അപ്പൊ ജീവേർ സ്വരൂപേര് കൃഷ്ണേര് നിത്യദാസ് എന്നുള്ള ഐഡന്റിറ്റിയാണ് നമ്മളെ ഉള്ളത്. സോ ജീവസത്തകൾ ഭഗവാന് സേവനമനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണ്. ഇതാണ് ഇത് പറയുന്നത്. സോ അവർ മെയിൻ എയിം അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന് സേവനം അർപ്പിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പറയുമ്പോൾ ഓർമ്മ വരും, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി. ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ടോ ഈ പദം ഉപയോഗിച്ചതായിട്ട് പല സ്ഥലങ്ങളിലെ പല സന്ദർഭങ്ങളിലും? സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നതാണ്. ജീവസത്തകൾ ഭഗവാന് സേവനമനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടതാണ്. അതാണ് ധർമ്മം. ധർമ്മത്തിന്റെ അർത്ഥം നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞത് എന്താണ് ധർമ്മത്തിന്റെ അർത്ഥം? അത് കറക്റ്റ്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് പറയുന്നു അതാണ് ലാസ്റ്റ്. ഓരോന്നിനും നിശ്ചിതമായിട്ടുള്ള ആ ഒരു കർത്തവ്യം, ധർമ്മം. ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്തേട്ടെ, ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേ. മതി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഒരു കുപ്പിയുടെ ധർമ്മം വെള്ളം അതിന്റെ അകത്ത് എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ വസ്തുവിനും നിശ്ചിതമായിട്ട്. അതായത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, എന്തിനു വേണ്ടിയാണോ ഒരു വസ്തു സൃഷ്ടിക്കപ്പെട്ടത് അതിനെയാണ് അതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണോ ഒരു വസ്തു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് അതിന്റെ ധർമ്മം, അല്ലെങ്കിൽ ദ പർപ്പസ് ഓഫ് ദാറ്റ് എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ ദാറ്റ് ക്രിയേഷൻ. ഒരു വസ്തു നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്, ക്ഷമിക്കുക. അതായത് ഒരു സൂചി പോലും സൃഷ്ടിക്കപ്പെട്ടത് ഒരു ഉദ്ദേശം കൊണ്ടാണ്. ഒരു സൂചി പോലും സൃഷ്ടിക്കപ്പെട്ടത് ഒരു ഉദ്ദേശം കൊണ്ടാണ്. അപ്പൊ ആ ഉദ്ദേശമാണ് ആ സൂചിയുടെ ധർമ്മം. അപ്പൊ ഇവിടെ പറയുന്നത്, ഇതിൽ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഭഗവാന് സേവനം അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടവരാണ് ജീവസത്തകൾ. അപ്പൊ നമ്മുടെ ധർമ്മം എന്താണ്? ഭഗവാന് സേവനം ചെയ്യുക. എന്താണ് നമ്മുടെ ധർമ്മം? വീട്ടിൽ ആരും മിണ്ടാത്ത. ഹരേ കൃഷ്ണ, മനസ്സിലായില്ലേ? ഭഗവാന്റെ സേവനം, ഭക്തിയുത സേവനം. ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. സോ നമ്മളുടെ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവത് സേവനം. വളരെ കറക്റ്റ്. ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ഇടയ്ക്ക് ശബ്ദം വല്ലതും സ്റ്റോപ്പ് ആയിരുന്നു? ഓക്കെ, സോറി. ഇന്റർനെറ്റ് അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടല്ലോ എല്ലാ ദിവസവും ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു. സോ അപ്പൊ അങ്ങനെ ഭഗവാന് സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഭഗവാന് സേവനം അനുഷ്ഠിക്കുക. അപ്പൊ നമ്മുടെ ധർമ്മം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭഗവാൻ സേവനം. ഹരേ കൃഷ്ണ. അങ്ങോട്ടാണ്. ഓക്കെ, ഭഗവാന് സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. പോയോ ഇന്റർനെറ്റ്? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണന്റെ ശബ്ദം കേൾക്കാമോ? പ്രഭു വീഡിയോ ഇല്ല. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം രാം രാം. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം, കാണാം. അതെ. രാവിലെ വീട്ടില് 2-3 കണക്ഷൻസ് ഇതേ സമയത്ത് ഒരുമിച്ച് നടക്കുന്നുണ്ട്. കുട്ടികളുടെ ജപ സെഷൻ ഉണ്ട്, എന്റെ മൊബൈൽ കണക്ട് ചെയ്യുന്നു, ദിവശ്രീ ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരേ കണക്ട് ആണ് സാധ്യത. അത് നമുക്ക് രാവിലെ ക്ലാസ്സിനിടയിൽ ഇങ്ങനെ ഡിസ്കണക്ട് ആവുന്നു. സോറി ഫോർ ദാറ്റ് ഇൻകൺവീനിയൻസ്. ഇതൊന്ന് ഹയർ ഇതുള്ള കണക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു.
സോ ക്ഷമിക്കുക, ഈ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായതിൽ ക്ഷമിക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭഗവത് സേവനമാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഭഗവത് സേവനമാണ്. എന്നാൽ കണ്ടീഷണൽ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണെങ്കിലോ, കണ്ടീഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ. അത് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞിട്ട് ആർക്ക് പറയാം? സ്വധർമ്മം. സ്വധർമ്മം എന്താ ബ്രോ? പ്രഭുജി, സ്വധർമ്മം. സ്വധർമ്മമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി നമ്മളിപ്പോ പറഞ്ഞത്, ഭഗവത് സേവനം. ഭൗതിക പ്രപഞ്ചത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ടീഷണൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും. എന്താണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം? നമ്മുടെ കർത്തവ്യം എന്താണ്? ഹരേ കൃഷ്ണ പറയട്ടെ പ്രഭു. കുടുംബസേവനം. കുടുംബസേവനം. ഒരു മിനിറ്റ്, ഇന്ദ്രനാഥ് പ്രഭു പറഞ്ഞിട്ട്. പ്രഭു വളരെ ചില സമയങ്ങളിൽ മാത്രമേ അൺമ്യൂട്ട് ചെയ്യാറുള്ളൂ. പറഞ്ഞിട്ട് അല്ല, ഇപ്പൊ നമ്മള് ഭർത്താവ്, ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടീസ് പറ്റി. വെരി ഗുഡ്, പെർഫെക്റ്റ്ലി ഫൈൻ, പെർഫെക്റ്റ്ലി ഫൈൻ. ഗംഗാനാഥ് അത് തന്നെയാണ് പറഞ്ഞത്, കുടുംബപരമായ സേവനങ്ങൾ. കറക്റ്റ്. സോ അപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു, ജോലിക്ക് പോയി ശമ്പളം എല്ലാം, അല്ലെങ്കിൽ മാസം ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളം ഉപയോഗിക്കുന്നത് തന്റെ കുടുംബത്തിനെ നോക്കാനായിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബത്തിന് വേണ്ടി. അപ്പൊ കുടുംബത്തിന്റെ നാഥനാണോ ദാസനാണോ അദ്ദേഹം? ശരിക്കും പറഞ്ഞാല് ഈസ് എ ദാസ, ഈസ് ഡൂയിങ് സർവീസ്, അല്ലെങ്കിൽ സേവനം ചെയ്യുന്നത് അദ്ദേഹം കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭാര്യയാണെങ്കിൽ വീട്ടില് ചെയ്യുന്ന ജോലികൾ, ആഹാരം പാചകം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭർത്താവിനും കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇപ്പൊ വൈഫ് ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ഭർത്താവ് എവിടെയെങ്കിലും ദൂരസ്ഥലത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി പോയി എന്ന് വിചാരിക്കാം. അന്നത്തെ ദിവസം എന്ത് കുക്ക് ചെയ്യും? വല്ല കഞ്ഞി എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ സ്ത്രീ ശ്രമിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ വീട്ടിൽ കുക്കിംഗ് നടക്കുന്നത് എന്ന് പറയുന്നത് ഭർത്താവിനും അല്ലെങ്കിൽ മറ്റുള്ള മെമ്പേഴ്സിനും വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പൊ ആ സ്ത്രീ എന്ന് പറയുന്നതും കുടുംബത്തിന്റെ സേവികയാണ്, അല്ലെങ്കിൽ സേവനം ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശ്യം. കുട്ടികളാണെങ്കിലും മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഈവൻ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹവും ആ രാജ്യത്തെ പ്രജകളുടെ സേവകനാണ്. ഭാരതത്തിന്റെ പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സമയത്തും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നു. പക്ഷെ അവരുടെ മെന്റാലിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽസ്, നോട്ട് എനി ബ്ലെയിമിങ് എനിബഡി. പക്ഷെ യഥാർത്ഥത്തിൽ പറഞ്ഞ പ്രഥമ സേവകൻ എന്നാണ് പറയുന്നത്. പ്രഥമ സേവകൻ, പ്രഥമ പൗരൻ, പ്രഥമ സേവകൻ ആണ് അവിടുത്തെ നാട്ടിലെ പ്രസിഡന്റ്. ഇവൻ രാജാവാണെങ്കിൽ പോലും നമുക്കറിയാം, തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാവരും ഭഗവാന്റെ ദാസനായിട്ട് ചെയ്തുകൊണ്ടാണ് അവര് ഭഗവാനെ രാജാവാക്കി നിർത്തിക്കൊണ്ട് ഭഗവാന്റെ സേവകനായിട്ടാണ് അവര് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. സോ ഇവൻ രാജാവാണെങ്കിൽ പോലും പ്രജകളുടെ സേവകൻ തന്നെയാണ്. അതാണ് ശില പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം കണ്ടിന്യൂസ്. അത് എവിടെയാണ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മ വരുന്നില്ല. അവർക്ക് തങ്ങളുടെ സേവന മനോഭാവത്താൽ ധാർമ്മികമായ പരിപൂർണത നേടാൻ കഴിയും. ആശയപരമായ ജ്ഞാനാർജനത്തിന് എന്ന വ്യാജേന മാനസിക അനുമാനങ്ങൾ നടത്തുന്നവർക്ക് ധർമ്മപരമായ പരിപൂർണത കൈവരിക്കാൻ കഴിയില്ല. ആത്മീയവാദികളിലെ ജ്ഞാനി വിഭാഗക്കാർ ആത്മാവിനെ പദാർത്ഥത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഊഹാപോഹങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും ജ്ഞാനത്താൽ സ്വതന്ത്രമാക്കപ്പെട്ട അവർക്ക് ആത്മാവിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരറിവുമില്ല. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടാതെ മാനസികമായ ഊഹാപോഹങ്ങളിൽ ഏർപ്പെട്ട് കഴിയുന്നവർ വെറുതെ കാലം കളയുകയാണ് ചെയ്യുന്നത്. ധാർമ്മിക പ്രക്രിയയുടെ പരിപൂർണീകരണത്തിന് വേണ്ടിയുള്ള സേവനം ഉദ്ഭവിച്ചത് ഭഗവാന്റെ കാലുകളിൽ നിന്നാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. എന്നാൽ ഭൗതിക ലോകത്തെ ഈ സേവന ആശയവും അതീന്ദ്രിയ സേവനവും രണ്ടാണ്. ഭൗതിക ലോകത്തിലുള്ള ആ സേവനം, അതിനെക്കുറിച്ച് ശില പ്രഭുപാദ് പറയുന്നു, ഭൗതിക ലോകത്ത് സേവകനാകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതായത് എന്തുകൊണ്ടാണ് ശില പ്രഭുപാദ് പറഞ്ഞത്? ആ ഭാഗം ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. എന്നാൽ ഭൗതിക ലോകത്തെ ഈ സേവന ആശയവും അതീന്ദ്രിയ സേവനവും രണ്ടാണ്. ഭൗതിക ലോകത്തില് നമ്മൾ സേവനം ചെയ്യണം, ചെയ്തേ പറ്റുകയുള്ളൂ. അതിനാണ് കണ്ടീഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഓപ്ഷൻ ആയിരുന്നു ഒരു സമയത്ത്. പക്ഷെ
ഒരു പ്രാവശ്യം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്തേ പറ്റൂ. സോ ദാറ്റ് ഈസ് അവർ കണ്ടീഷണൽ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. സോ രണ്ടും രണ്ടാണ്. ഭൗതിക ലോകത്ത് സേവകനാകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവർക്കും അധികാരികളാകാനാണ് ആഗ്രഹം. ബദ്ധാത്മാവിന്റെ ഈ അടിസ്ഥാന രോഗത്തിന് നിദാനം തെറ്റായ ഗുരുത്വം തന്നെ. വെരി ക്ലിയർ. ഞാൻ പറഞ്ഞ വളരെ ഡീപ്പാണ് ഈ ഭാവാർത്ഥം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറ്റ്സ് വെരി വെരി എന്താ പറയുക, വളരെ മനോഹരമായിട്ട് ശില പ്രഭുപാദ് അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഞാൻ അതൊന്നുകൂടെ വായിക്കുകയാണ് ഫോർ അവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. എന്നാൽ ഭൗതിക ലോകത്തെ ഈ സേവന ആശയവും അതീന്ദ്രിയ സേവനവും രണ്ടും രണ്ടാണ്. ഭൗതിക ലോകത്ത് സേവകനാകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവർക്കും അധികാരികളാകാനാണ് ആഗ്രഹം. ബദ്ധാത്മാവിന്റെ ഈ അടിസ്ഥാന രോഗത്തിന് നിദാനം തെറ്റായ ഗുരുത്വം തന്നെ. ഭൗതിക ലോകത്തെ ബദ്ധാത്മാവിനെ എപ്പോഴും മറ്റുള്ളവരുടെ പ്രഭു ആകാനാണ് ആഗ്രഹം. ഒടുവിൽ ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ മായാബാധയാൽ ഭൗതിക ലോകത്ത് സേവകനാകാൻ അവർ നിർബന്ധിതനാകുന്നു. So that's what happening for us, all of us. നമുക്ക് എല്ലാവർക്കും മറ്റൊരു വസ്തുത കൂടെ നമ്മൾ അറിയണം. ഭൗതിക ലോകത്തെ ബദ്ധാത്മാവിന് എപ്പോഴും മറ്റുള്ളവരുടെ പ്രഭു ആകാനാണ് ആഗ്രഹം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനുണ്ടോ? എനിത്തിങ് വാട്ട് യു ഫീൽ, എന്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ഈ ഒരു സെന്റൻസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈ ഉയർത്താം, നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. ഞാനൊന്നുകൂടെ വായിക്കുകയാണ്. ഭൗതിക ലോകത്തെ ബദ്ധാത്മാവിന് എപ്പോഴും മറ്റുള്ളവരുടെ പ്രഭു ആകാനാണ് ആഗ്രഹം. വാട്ട് ഡസ് ഇറ്റ് മീൻ? അല്ലെങ്കിൽ എന്താണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? ജസ്റ്റ് ആർക്കെങ്കിലും പറയാം. വാട്ട് കംസ് ഇൻ ടു യുവർ മൈൻഡ്? യെസ്, ബേബി മാതാജി പറഞ്ഞട്ടെ. നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിക്കാത്തതിന്റെ ഒരു കാരണം കൊണ്ടാണ്. നമ്മുടെ തെറ്റ് സമ്മതിക്കാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ്. വെരി വാലിഡ് പോയിന്റ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരു ഒരു ആഗ്രഹം കൊണ്ട്. യെസ്. അത് ആ ആളിനേക്കാൾ വലിയവനാണ് ഞാൻ, അപ്പൊ എന്നിൽ നിന്ന് തെറ്റ് സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നൽ അല്ലേ മാതാജി? അതെ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ബേബി മാതാജി. വെരി ഗുഡ് കമന്റ്. ഓക്കെ, രുക്മിണി മാതാജി. ഹരേ കൃഷ്ണ. അത് തന്നെയാണ് പ്രഭു. ഞാനാണ് ഏറ്റവും വലുതെന്നുള്ള ചിന്ത ഞാനാണ് ഒരു അത് തന്നെ വേണ്ട ആ ചിന്ത. ഫൈൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, മായാതീത മാതാജി. മായാതീത മാതാജി എവിടെ പോയി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞല്ലോ. അതായത് നമ്മൾ മാത്രമേ ശരി ചെയ്യണുള്ളൂ, ബാക്കിയുള്ളവരൊന്നും ആ ലെവലിലല്ല. നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാട്ടെ. അതായത് നമ്മൾ വീട്ടിലായാലും നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളവരൊക്കെ അത്രയും ഒരു ഇതിലായിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് എപ്പോഴും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, പെർഫെക്റ്റ്ലി ഫൈൻ. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, യെസ്, നെക്സ്റ്റ് ആരാണ്? അശോക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാത്തിലും എനിക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരാളെ ആശ്രയിക്കേണ്ട, എല്ലാത്തിലും ഞാൻ തികവുള്ളവതാണ്, എനിക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സ്വയം ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്. ഓക്കെ, ഫൈൻ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാനൊരു ജോലി ചെയ്തു, അത് നല്ല കറക്റ്റായിട്ട് ചെയ്തു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ ആ ബോധ്യം മാത്രം പോരെ എന്റെ സംതൃപ്തി. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം, അവളില്ലെങ്കിൽ ആ ജോലി നടക്കില്ലായിരുന്നു കേട്ടോ, അവളാണ് നല്ലത് എന്നുള്ള ആ ഒരു മനോഭാവം, മറ്റുള്ളവർ പ്രശംസിക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കണം എന്നുള്ള ഒരു വിചാരം, അത് ഭൗതിക ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നു. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്, നല്ല പോയിന്റ്. ഓക്കെ, ഗംഗാനാഥ് പ്രഭു. കൃഷ്ണ പ്രഭുജി, മിഥ്യാഹങ്കാരമാണ് എല്ലാം ചെയ്യുന്നത്. മിഥ്യാഹങ്കാരമാണ് എല്ലാം ചെയ്യുന്നത്. മിഥ്യാഹങ്കാരമാണ് എല്ലാം ചെയ്യുന്നത്. കാരണം ഞാൻ എല്ലാത്തിന്റെയും യജമാനനാണ് എന്നുള്ളത്. വെരി ഗുഡ്, കറക്റ്റ്. വിഷ്ണുപ്രിയ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. അതായത് നമ്മളുടെ ആ ഒരു അഹംബോധം കാരണം സത്യം പറഞ്ഞ ഈ തമ്മിത്തല്ലുകളും ബഹളങ്ങളും എല്ലാം ഉണ്ടാവണത് കുടുംബത്താണെങ്കിലും
കാരണം മക്കളെ നിയന്ത്രിക്കണം, ഭർത്താവിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഭാര്യയെ നിയന്ത്രിക്കണം, അങ്ങനെയുള്ള എല്ലാവരെയും നിയന്ത്രിക്കുക എന്നുള്ളതിന്റെ കാരണം നമ്മൾക്കാണ്. നമ്മളൊരു ബോസ്, ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, ഫൈൻ ഫൈൻ, നല്ല പോയിന്റ് ആണ്. യെസ്, മല്ലിക മതി കൈ താഴ്ത്തിയിട്ടുള്ളൂ, മതി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കൈ താഴ്ത്തിയില്ല. വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞ നല്ല പോയിന്റ് ആണ്. സോ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് പോയിന്റ് വന്നത്, ആക്ച്വലി ആ തോന്നൽ നമുക്ക് വന്നത് തെറ്റല്ല. അത് നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭാവമുള്ളത് തെറ്റല്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. എന്തായിരിക്കും അതിന്റെ കാരണം? ഹരേ കൃഷ്ണ, നമ്മള് ഭഗവാന്റെ അംശമായതുകൊണ്ട് ആ ക്വാളിറ്റി നമുക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ്. ഭഗവാന്റെ അംശമാണ് നമ്മള്. ഭഗവാനിലുള്ള ക്വാളിറ്റിയാണ് നമുക്ക് ഉള്ളത്. നമ്മള് ഇന്നലെ നമ്മുടെ ഏതാണ് ത്രിഗുണങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു നമ്മളുടെ ഭഗവത്ഗീത ഓവർവ്യൂ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് അവിടെയും ഇതേ പോയിന്റ് വന്നതാണ്. നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾക്ക് ഇപ്പം പറയുകയാണെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നതാണ് ഈസ് ഒറിജിനൽ പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. ഭൗതിക പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ പുരുഷനാണ്, ഗംഗാനാഥ് പ്രഭു, ഇന്ദ്രനാഥ് പ്രഭു, അങ്ങനെ അരുൺ പ്രഭു, അങ്ങനെ അവര് അല്ലെങ്കിൽ കാണുന്ന പുരുഷന്മാർ മാത്രമാണ് പുരുഷൻ എന്ന് പറയാം. എന്നാൽ സ്ത്രീകൾക്കും ഇതേ ഭാവമുണ്ടല്ലോ. സോ പുരുഷന് മാത്രമാണ് ആ ഒരു ഭാവം ഉണ്ടാകാനുള്ളെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ സ്ത്രീകൾക്കും അങ്ങനെ തോന്നുന്നു അല്ലെ? സ്ത്രീകളും പറയുന്നത് എന്താണ്? സ്ത്രീകൾ പറയുന്നത് ഞാനാണ് ഗ്രഹനാഥ, ഞാൻ പറയുന്നതനുസരിച്ചിട്ടാണ് നടക്കേണ്ടത്. കുട്ടികളും പറയും ഇല്ല, ഞാൻ പറയുന്നതനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു കൺട്രോളിങ് മെന്റാലിറ്റി ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും 3 ഡിഫക്ട്സ് ആണുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ 4 ഡിഫക്ട്സ് അത് വേറെ, അല്ലെങ്കിൽ 3 പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ്? കൺട്രോളർഷിപ്പ്, പ്രൊപ്രൈറ്റർഷിപ്പ്, എൻജോയർഷിപ്പ്. ഈ 3 കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ഭാവം ഉണ്ടാകുന്നത്. കൺട്രോളർഷിപ്പ്, പ്രൊപ്രൈറ്റർഷിപ്പ്, എൻജോയർഷിപ്പ്. ക്ലിയർ ആണല്ലേ? 3 പോയിന്റ് മനസ്സിലായല്ലോ എന്താണെന്ന്? മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് പറയൂ. കട്ടായി പോകുന്നുണ്ട് പ്രഭുജി. കട്ടായി പോയോ? ഷോവിന്റെ കഷ്ടം, ദൈവമേ, എന്താണ് ഈ പ്രയാസം സംഭവിക്കുക എനിക്കറിയില്ല. കൃഷ്ണ, സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് 3 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്കുള്ളത്, കഷ്ടതകൾ. ഒന്ന് കൺട്രോളർഷിപ്പ്, പ്രൊപ്രൈറ്റർഷിപ്പ്, എൻജോയർഷിപ്പ്. കൺട്രോളർഷിപ്പ്, എൻജോയർഷിപ്പ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഇവിടെ ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത്. ഇത് 3 എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ തോന്നലാണ്, ഞാൻ പ്രഭുവാണ് എന്ന തോന്നൽ. ആ പ്രഭുവാണ് എന്ന തോന്നൽ നമുക്ക് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ടാണ്. നമ്മളും പ്രഭുവാണ്, പക്ഷെ നമ്മൾ ഛോട്ടാ പ്രഭുവാണ്. ഒറിജിനൽ പ്രഭു ഈസ് ദ ലോർഡ് എന്ന ഓർമ്മ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ തീർച്ചയായിട്ടും പിന്നെയുള്ള സെക്കൻഡറി ഇഷ്യൂസ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ബോഡിയാണെന്നുള്ള തോന്നല്, നമുക്കെല്ലാം ഞാനാണ്, ഇപ്പൊ പറഞ്ഞ കൺട്രോളർഷിപ്പ്, നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഈ പറഞ്ഞ 3 പോയിന്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കൺട്രോളർഷിപ്പ്, പ്രൊപ്രൈറ്റർഷിപ്പ്, എൻജോയർഷിപ്പ്. ഞാനാണ്, എനിക്കാണ് വേണ്ടത്, എല്ലാം എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ശരീരമാണ് ഞാൻ. ഇതെല്ലാം വരുന്നത് ഈ 3 കാറ്റഗറിക്കുള്ളിൽ വരുന്നുണ്ട്. സോ ആ ഒരു ഇത് നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അംശമാണ് എന്നുള്ള ഒന്നുകൂടെ പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ. ഉള്ളത് നമ്മൾ ഭഗവാന്റെ അംശമാണെന്നുള്ളതിനൊരു ഒരു എവിഡൻസ് കൂടിയാണ്. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കുന്നു. സോ അങ്ങനെയുള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞ ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ മായാബാധയാൽ ഭൗതിക ലോകത്ത് സേവകനാകാൻ അവൻ നിർബന്ധിതനാകും. Either we are the servant of the Supreme Person
or we are the servant of the menial wicked people. ഒന്നുകിൽ നമ്മൾ ഭഗവാൻ പരംപുരുഷോത്തമന്റെ സേവകനാകാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ വിഡ്ഢികളായ മൂഢന്മാരായ വളരെ തുച്ഛരായ ആൾക്കാരുടെ സേവകരാകാം. ആരുടെ സേവകനാകുന്നതാണ് ബെറ്റർ? ഭഗവാന്റെ സിമ്പിൾ. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ ടു ബിക്കം ദ സെർവന്റ് ഓഫ് ദ സുപ്രീം പേഴ്സൺ. ഞങ്ങള് ഐ തിങ്ക് സംവെയർ ഇൻ 2004, 2004 2005 എനിക്ക് ഓർമ്മയില്ല, ഞങ്ങളൊരു ഡ്രാമ ചെയ്തായിരുന്നു ശ്യാമദേശിൽ വെച്ചിട്ട്. അതിപ്പോ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. 2005 എനിക്ക് തോന്നുന്നു, 4 or 5 ആ ഡ്രാമ ഇതാണ്, ഖോജ് മഹാനതം വ്യക്തിക്ക്, അതാണ് അതിന്റെ പേര്. നമ്മൾ ഹിന്ദിയിലായിരുന്നു. അവിടെ ആകുമ്പോൾ തീർച്ചയായിട്ടും മൾട്ടി ലിംഗ്വിസ്റ്റിക് ആൾക്കാരുള്ളപ്പോൾ മലയാളത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഞങ്ങൾ ചെയ്തത് ഹിന്ദിയിലാണ്. അപ്പൊ ആ ഡ്രാമയുടെ പേര് ഖോജ് മഹാനതം വ്യക്തിക്ക്. അതായത് നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ഡെവലപ്പ് ആയതിനു ശേഷം നമുക്ക് ഡ്രാമയ്ക്ക് ഇവിടെ നമുക്ക് ആരംഭിക്കാം. എന്താ പറയാ, അതിന്റെ അർത്ഥം ഇതാണ്, ഏറ്റവും ഉത്തമനായ വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, ഏറ്റവും ഉത്തമ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ. മഹാനതം വ്യക്തി, ഏറ്റവും ടോപ്പ് ഹൈ ലെവൽ. ഖോജ് എന്ന് പറഞ്ഞാൽ തിരയുക, തിരച്ചിൽ എന്ന അർത്ഥം. അപ്പൊ അതിൽ കാണിക്കുന്നത് ഒരു നാട്ടും പുറത്തുകാരൻ, ഒരു കൂലിവേലക്കാരൻ, അല്ലെങ്കിൽ വെറും ഒരു സെർവൻറ്റ്, ഒരു സാധാരണ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ഏറ്റവും വലിയ ആളുടെ സേവകനാകാം. സേവകനാകുക തന്നെ ആഗ്രഹം, സേവകനാകാം, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം ആദ്യം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഏറ്റവും വലിയ ആൾ ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, ചെറിയ വളരെ ലെസ് ഇന്റലിജന്റ് ഒരാളാണ്, സാധാരണ ചിന്തിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കട കാണുന്നത്. പലചരക്കുകളൊക്കെ കൊടുക്കുന്ന കടയാണ്. അപ്പൊ ആ കടയിൽ നോക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ചെന്ന് അയാളുടെ മുമ്പിൽ ചെന്നിട്ടാണ് സാധനം മേടിക്കുന്നത്. ചില ആൾക്കാർ പ്ലീഡ് ചെയ്യുന്നു, കുറച്ച് സ്ഥാനം തരണേ, കുറച്ച് ദാനമായിട്ട് കൊടുക്കും. ചില ആൾക്കാർ കടം തരണേ എന്ന് പറയും, അപ്പൊ കടം കൊടുക്കും. അപ്പൊ എല്ലാവരും അയാളുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു താഴ്മയോടുകൂടി സംസാരിക്കുന്നു. അപ്പൊ ഇയാൾ വിചാരിച്ചു, ഓ, ഇയാളായിരിക്കണം ഏറ്റവും വലിയ ആള്, സോ എനിക്ക് ഇയാളെ സേവിക്കണം. ഇയാൾ അയാളെത്തി എന്നിട്ട് പറയും, സർ, എനിക്ക് നിങ്ങളെ സേവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളായിട്ട് എനിക്ക് മനസ്സിലാവുന്ന, ഈ ഏരിയയിലുള്ള എല്ലാവരും നിങ്ങളുടെ കടയിൽ വരുന്നുണ്ട്, അപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള്, സോ എനിക്ക് നിങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കൊരു അവസരം തരുമോ? ആയിക്കോട്ടെ, യെസ്, നിങ്ങൾ കാണുന്നില്ല എല്ലാവരും ഇവിടെ വന്നിട്ടാണ് സാധനം മേടിക്കുന്നത്, ഞാനിവിടെ ഇല്ലെങ്കിൽ ആരും കഴിക്കത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല, ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, സോ നിങ്ങൾക്ക് എന്റെ സേവകനാകാം. അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞ് കുറച്ച് ദിവസം അവിടെ നിന്നിങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ടാക്സ് കളക്ടർ വരും. ഒരു ടാക്സിന്റെ റെയ്ഡ്, അല്ലെങ്കിൽ ടാക്സ് കളക്ടർ വരുമ്പോഴത്തേക്ക് ഇയാൾ, അയ്യോ സർ 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 വന്നിട്ട് സർ, ഇരുന്നിട്ട് സർ, അയ്യോ ഞാൻ പൈസ, നമ്മൾ പുള്ളിക്ക് പൈസ ഒക്കെ എടുത്തു കൊടുത്ത് കണക്കുകളൊക്കെ എടുത്ത് കാണിക്കുന്നു. അപ്പൊ ഇയാൾ വിചാരിക്കും, ഈ സെർവന്റ് വിചാരിക്കും, അപ്പൊ ഇയാളെക്കാട്ട് വലിയ ആളായിരിക്കണോ ഇയാള്? അതുകൊണ്ടല്ലേ അയാളെ പിടിച്ചിരുത്തുകയും വെള്ളം കൊടുക്കുകയും പൈസ കൊടുക്കുകയും ബുക്കൊക്കെ എടുത്ത് കാണിക്കുകയും ചെയ്യുമ്പം ഈ കടക്കാരനേക്കാൾ വലിയ ആളാണ് ഈ ടാക്സ് കളക്ടർ. ഉടനെ ടാക്സ് കളക്ടർ തോന്നും, സർ, എനിക്ക് ഏറ്റവും വലിയ ആളുടെ സേവകനാകണമെന്നാണ് എനിക്ക് ആഗ്രഹം, ഞാൻ അങ്ങയുടെ സെർവന്റ് ആയിക്കൊള്ളട്ടെ. തീർച്ചയായിട്ടും നീ ആരെങ്കിലും ഈ വിഡ്ഢിയായ കടക്കാരന്റെ സേവകനാകുമോ? ഇവൻ ഈ ഒരു ഏരിയയിൽ മാത്രം ഇതുപോലൊരു 50 കടകൾ എന്റെ കീഴിലുണ്ട്, നീ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം, ഞാനാണ് വലിയവൻ. അങ്ങനെ അയാള് ഈ സെർവന്റ് ആ ടാക്സ് കളക്ടറുടെ സെർവന്റ് ആയിട്ട് നിൽക്കും. ഇയാൾ ഓരോ കടകളിൽ പോകുമ്പോൾ എല്ലാവരും ഇതുപോലെ വെൽ ട്രീറ്റ്മെന്റ്, ഭയങ്കര, അവിടുന്ന് എല്ലാവരും എവിടെ ചെന്നാലും ചായ കൊടുക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു, ഇരുത്തുന്നു, ബുക്കുകൾ എടുത്ത് കാണിക്കുന്നു, പൈസ കൊടുക്കുന്നു. നിങ്ങൾക്ക് വാവ്, ഐ ആം അറ്റ് ദ റിയൽ പ്ലേസ്, ഞാൻ യഥാർത്ഥ ആളുടെ അടുത്ത് വന്നു. അപ്പൊ അങ്ങനെ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ഈ ടാക്സ് എല്ലാം കളക്ട് കഴിഞ്ഞ് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസം കൂടിയപ്പോൾ ഈ പൈസ എല്ലാം ഒരുമിച്ച് എടുത്ത് ഈ ഇന്ന കടയിൽ നിന്ന് 2 രൂപ, ഇന്ന കടയിൽ നിന്ന് 2 രൂപ, എല്ലാത്തിനും ലിസ്റ്റൊക്കെ എഴുതി എല്ലാ പൈസ എടുത്തുകൊണ്ട് അയാൾ നേരെ പോകുന്നത് രാജാവിന്റെ അടുത്ത്. രാജാവിന്റെ അടുത്ത് അത് കൊടുത്തിട്ട് രാജാവിന്റെ അടുത്ത് പറയും, അല്ല ഐം നോട്ട് ഫുള്ളി എക്സ്പ്ലെയിനിങ്. ഇടയ്ക്ക് ഗവർണർ എടുത്ത് പോകും, ഗവർണർ എടുത്ത് പിന്നെ കുറച്ച് നാൾ സെർവ് ചെയ്യും, പിന്നെ ആ ഗവർണർ എന്നിട്ട് രാജാവിന്റെ അടുത്ത് പോകും. അപ്പൊ രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ രാജാവ്, അയ്യോ രാജാവ് നിങ്ങളാണോ ഏറ്റവും വലിയ ആൾ, അപ്പൊ എനിക്ക് നിങ്ങളെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ രാജാവിന്റെ അടുത്ത് പോകും. അപ്പൊ രാജാവ് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു ഗുരുവിന്റെ അടുത്ത് പോകും.
ആ ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ ഗുരുവിനെ ചെന്ന് പ്രണമിക്കുന്നു. അപ്പം അപ്പം ഇയാൾ ചോദിക്കടാ, അപ്പൊ ആരാ യഥാർത്ഥത്തില് വലിയ ആള്? ആദ്യം കടക്കാരൻ, ഇയാൾ വിചാരിച്ചു കടക്കാരനാണ്. കടക്കാരൻ്റെ അടുത്ത് നിന്ന് ടാക്സ് കളക്ടർ അടുത്ത് പോയി, ടാക്സ് കളക്ടർ നിന്ന് ഗവർണറുടെ അടുത്ത് പോയി, ഗവർണറുടെ അടുത്ത് നിന്ന് രാജാവിന്റെ അടുത്ത് പോയി, രാജാവ് ചെന്നു ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നു. അപ്പൊ അവസാനം ഈ സെർവന്റ് ഗുരുവിന്റെ അടുത്ത് ചെന്ന് പ്രണമിച്ചിട്ട് പറയും, ഗുരു, ഞാൻ ആകെപ്പാടെ കൺഫ്യൂഷനില്ല. ആരാണ് യഥാർത്ഥ വലിയ ആള്? എനിക്ക് ഏറ്റവും വലിയ ആളിനെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് എനിക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒന്ന് ഗൈഡ് ചെയ്ത് തന്നാട്ടെ എന്ന് പറഞ്ഞ് ആ ഗുരുവിന്റെ പാദത്തിൽ വീഴുമ്പോൾ പറയും, നിനക്ക് ഞാൻ ഏറ്റവും വലിയ ആളിനെ കാണിച്ചു തരാം എന്നുകൊണ്ട് ആ ഗുരു പിടിച്ചുകൊണ്ട് ചെന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അദ്ദേഹത്തെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ നിനക്ക് ഏറ്റവും വലിയ ആളിനെ സേവിക്കണമെങ്കിൽ നീ ഭഗവാനെ സേവിച്ചാൽ മതി. ഹീ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞ കോച്ച് മഹാനന്ദൻ വ്യക്തിക്ക് എന്ന് പറയുന്ന ഒരു ഡ്രാമ ഞങ്ങൾ ചെയ്തു. വളരെ രസകരം, വളരെ ഫണ്ണി ആയിട്ട് ഞങ്ങൾ ചെയ്തത്. രസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ക്ലിപ്പുകളിൽ ഞാൻ ഒരു വർഷം കാണിച്ചു തരാം. സോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഡ്രാമ ഈ പോയിന്റിൽ നമുക്ക് വളരെ ആപ്റ്റാണ് അത് വരുന്നത്. സോ നമ്മൾ എന്തായാലും സെർവന്റാ. എനിവേ വി ഹാവ് ടു സെർവ് സമ്മൺ ഓർ അതർ. അപ്പോ ഏറ്റവും ഹയസ്റ്റ് വ്യക്തിയെ സേവിച്ച പോലെ അതല്ലേ ഏറ്റവും ബെസ്റ്റ്. സോ അങ്ങനെ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഒരുവനിൽ താൻ ഭഗവാന് തുല്യനാണെന്ന മിഥ്യാസങ്കല്പം ഉളവാക്കുകയാണ് ഭൗതിക ശക്തിയായ മായയുടെ അവസാനത്തെ കുരുക്ക്. അവസാനം നമ്മളെ പിടിച്ചത് നമ്മൾ ഭഗവാന് തുല്യനാണെന്നുള്ള ചിന്ത. സോ ഈ സങ്കല്പം മൂലം താൻ നാരായണന് തുല്യം നല്ലവനായ സ്വതന്ത്ര ആത്മാവാണെന്ന തെറ്റായ വിചാരത്തോടെ അവൻ എന്നും ഭൗതികതയുടെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. സേവന മനോഭാവം ഇല്ലാത്ത ഒരു ബ്രാഹ്മണനാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ എന്നും ഒരു ശൂദ്രനായി കഴിയുന്നതാണ് വാസ്തവത്തിൽ നല്ലത്. വൗ, സൂപ്പർ. സേവന മനോഭാവം ഇല്ലാത്ത ഒരു ബ്രാഹ്മണനാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ എന്നും ഒരു ശൂദ്രനായി കഴിയുന്നതാണ്. സോ ഇവനൊരു ബ്രാഹ്മണനാണെങ്കിൽ പോലും ഹി ഈസ് എ സെർവന്റ്, അല്ലെ? ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സെർവന്റ് ആണ് ഈവൻ ബ്രാഹ്മണനാണെങ്കിൽ. തീർച്ചയായും ബ്രാഹ്മണനെ വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സേവകനാണ്. ഐ തിങ്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആ ഒരു പോയിന്റ് അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ശ്ലോകത്തിലുണ്ട്, അത് ബ്രാഹ്മണനെ കുറിച്ചിട്ട്, സത്വഗുണത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് സത്വഗുണത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളത് ഇതേ പോയിന്റ് അവിടെ ഡിസ്കസ് ചെയ്തതാണ്. സോ അപ്പം ഒരു ബ്രാഹ്മണൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള മനോഭാവം ഇല്ല എങ്കിൽ അപ്പം ശൂദ്രൻ അല്ലെങ്കിൽ ഒരാളെ സേവനം ചെയ്യുന്ന ശൂദ്രനാണ് ആ ബ്രാഹ്മണനേക്കാൾ വലുത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. സോ കാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ചെയ്യുന്ന വർണ്ണമല്ല അവിടെ പ്രാധാന്യം, നമ്മുടെ മനോഭാവമാണ് അവിടെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അടുത്ത സെന്റൻസിൽ പറയുന്നു, കാരണം സേവന മനോഭാവം മാത്രം മതി ഭഗവാനെ സംതൃപ്തനാക്കാൻ. സേവന മനോഭാവം മാത്രം മതി ഭഗവാനെ സംതൃപ്തനാക്കാൻ. സിമ്പിൾ. നമ്മുടെ മനോഭാവത്തിനാണ് അവിടെ ഏറ്റവും പ്രാധാന്യം. എല്ലാ മനുഷ്യജീവിയും യോഗ്യത കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ പോലും ഭഗവാന്റെ അതീന്ദ്രിയ സേവനം ഏറ്റെടുക്കണം. ഈ സേവന മനോഭാവമാണ് ജീവസത്തയുടെ പരിപൂർണതയെന്ന് ഭഗവത്ഗീതയും ഭാഗവതവും ഒരുപോലെ പിന്തുണയ്ക്കുന്നു. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനോ ശൂദ്രനോ ആയാലും തന്റെ തൊഴിൽപരമായ കർത്തവ്യങ്ങൾ ഭഗവത് സമർപ്പണങ്ങളായി അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അവയ്ക്ക് പരിപൂർണത കൈവരിക്കുകയുള്ളൂ. വൈദിക വിവേകത്തിലെ അവഗാഹത കൊണ്ട് ഒരു ബ്രാഹ്മണന് ഒരു പക്ഷേ അത് അറിയാമായിരിക്കാം. മറ്റു വിഭാഗക്കാർ ഒരു ബ്രാഹ്മണ വൈഷ്ണവന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരേണ്ടി വരും. ഇത് സമൂഹ ക്രമ നിർമ്മിതി പ്രകാരം മുഴുവൻ സമൂഹത്തെയും പരിപൂർണതയിലെത്തിക്കും. ക്രമീകൃതമല്ലാത്ത ഒരു സമൂഹത്തിന് അതിലെ അംഗങ്ങളെയോ ഭഗവാനെയോ സംതൃപ്തനാക്കാൻ കഴിയില്ല. ക്രമീകൃതമല്ലാത്ത ഒരു സമൂഹത്തിന് അതിലെ അംഗങ്ങളെയോ ഭഗവാനെയോ സംതൃപ്തമാക്കാൻ കഴിയും. എന്താണ് ക്രമീകൃതമല്ലാത്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു സെറ്റപ്പിലല്ല എങ്കിൽ, വർണ്ണാശ്രമ വ്യവസ്ഥിതിയിലല്ല നമ്മുടെ സൊസൈറ്റി എങ്കിൽ, വി ക്യാൻ നൈദർ മേക്ക് ദ ജനറൽ പീപ്പിൾ ഹാപ്പി നോർ ദ സുപ്രീം പേഴ്സൺ ഹാപ്പി. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച, ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ച നോക്കിയാൽ മതി. ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയെ കണ്ടുകൂടാ, ആ പാർട്ടിക്ക് മൂന്നാമത്തെ പാർട്ടിയെ കണ്ടുകൂടാ. എന്ത് നല്ല കാര്യം ചെയ്താലും
ഇൻകുലാബ് വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. എന്തുമായിക്കൊള്ളട്ടെ, എത്ര നല്ല കാര്യമായിക്കോട്ടെ, ജനങ്ങൾക്ക് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, അവരെന്ത് ചെയ്യുന്നു അതിനെ എതിർക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഇതാണ് പക്ക രാഷ്ട്രീയം. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. സോ ഈ പറഞ്ഞ കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. ആ പ്രോപ്പർ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. സെക്കൻഡ്, ആ സെറ്റപ്പ് ചെയ്തിട്ടേ ഇല്ല. അതിനെ കംപ്ലീറ്റ് മിസ് ഇന്റർപ്രറ്റ് ചെയ്ത് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചതിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ക്രമീകൃതമല്ലാത്ത ഒരു സമൂഹത്തിന് അതിലെ അംഗങ്ങളെയോ ഭഗവാനെയോ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഒരുവൻ പരിപൂർണനായ ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ലെങ്കിൽ പോലും തന്റെ സാമൂഹിക പദവിയുടെ പരിപൂർണതയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കാതെ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ഏറ്റെടുത്ത് പരമോന്നതനായ ഭഗവാന് സേവനം ചെയ്യാനുള്ള മനോഭാവം വളർത്തി ഒരു പരിപൂർണ മനുഷ്യനായി തീരാൻ നിഷ്പ്രയാസം സാധിക്കും. സോ സിമ്പിൾ പ്രോസസ്, അഡോപ്റ്റ് കൃഷ്ണ കോൺഷ്യസ്നെസ്. ഭഗവാന്റെ ഈ ഭക്തിയുടെ സേവനം നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതിൽ കൂടി മാത്രം നമുക്ക് പരിപൂർണതയിലെത്താൻ സാധിക്കും. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എൻഗേജ് ചെയ്യാനുള്ള താല്പര്യമില്ലെന്നോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നോ എന്തുമായിക്കൊള്ളട്ടെ, ബട്ട് ഇഫ് വി എൻഗേജ് ഇൻ ദ സർവീസ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ദെൻ ഡെഫിനറ്റ്ലി നമുക്ക് പരിപൂർണതയിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ വളരെ I loved this purport very much. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് ശ്രീ പ്രഭുപാദ് ഈ പർപ്പോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീ പ്രഭുപാദ് കി ജയ്, ശ്രീ ഗുരുദേവ് കി ജയ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, മുത്തായ ഗോഡ്സിനാഥ് പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ അല്ലെങ്കിൽ എനി കമന്റ്സ് ഓർ എനി അഡീഷൻസ്, തീർച്ചയായിട്ടും എന്റെ വ്യൂ പോയിന്റ്, എന്റെ പെർസെപ്ഷനാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അക്കോർഡിംഗ് ടു ശ്രീ പ്രഭുപാദ്സ് purport. സോ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾവേസ് വെൽക്കം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഒരു സംശയം ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മളെല്ലാവരും ജനിക്കുന്നത് സർവന്റ് ആയിട്ടല്ലേ? അതെ. അപ്പൊ സർവന്റ് ആയിട്ട് ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും ശൂദ്രഭാവത്തിൽ എല്ലാവരും വരുന്നത്, ബ്രാഹ്മണ ഭാവത്തിലല്ലല്ലോ. അതിനുശേഷമല്ലേ 100%. അതല്ലേ ശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ജന്മനാ ജായതേ ശൂദ്ര സംസ്കാരാത് ഭവേത് ദ്വിജ വേദ പഠേത് ഇത് വിപ്രഹ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. എവരിബഡി ഈസ് ബോൺ ആസ് എ ശൂദ്ര. അപ്പൊ വിവർത്തനം വായിക്കും ഭാവാർത്ഥം വായിക്കുമ്പോഴേ അതിലെല്ലാവരും ബ്രാഹ്മണനായിട്ട് ജനിച്ചു എന്ന് പറയുന്നവർ തോന്നി എനിക്ക്. ബ്രാഹ്മണ ക്വാളിറ്റി ഉണ്ടെന്നാ പറയുന്നത്. എവരിബഡി ഹാസ് എ ബ്രാഹ്മണ ക്വാളിറ്റി വിത്തിൻ ദം. ഇവിടെ പ്രത്യേകിച്ച് ഈ ശ്ലോകം വായിക്കുമ്പോ we should not wrongly interpret that Krishna created a people in the servant group, അല്ലെങ്കിൽ ശൂദ്രനായിട്ട് ഭഗവാൻ സൃഷ്ടിച്ചു എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ശ്രീ പ്രഭുപാദ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, യു ഹാവ് ദ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി വിത്തിൻ യു, though you born as a ശൂദ്ര. അതാണ് അഭിപ്രായം. ശരി, മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ, അല്ലെങ്കിൽ എനി പോയിന്റ് ടു ബി ഡിസ്കസ്ഡ്? ഹരേ കൃഷ്ണ പ്രഭുജി. സംശയമല്ല, ഞാൻ മിനിഞ്ഞാന്ന് പ്രഭുവിന് ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നല്ലോ, ഭഗവാന്റെ സേവനവും പിന്നെ അതുപോലെ എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അത് പറ്റുന്നില്ല. അത് കറക്റ്റ് ആയിട്ടുള്ള ഇതിൽ നിന്ന് എനിക്ക് പ്രഭു എനിക്ക് അന്ന് മറുപടി തന്നിരുന്നു. പക്ഷെ ഇന്നത് ഭാഗവതത്തിലൂടെ എനിക്കത് ഒന്നും കൂടെ കറക്റ്റായിട്ട് അത് ഭഗവാൻ തന്നെ ആ മറുപടി തന്നു. അതായത് പിന്നെ സേവന മനോഭാവം മാത്രം മതി ഭഗവാനെ സംതൃപ്തനാക്കാൻ. പ്രഭു എനിക്ക് അത് തന്നെ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ഇന്നത് കറക്റ്റായിട്ട് എനിക്ക് ഇത് കിട്ടി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രഭു? നമ്മുടെ ഈ ഫോട്ടോസ് ഒക്കെ വീട്ടിൽ ഇരിക്കുന്ന അഴുക്കായി ഇച്ചിരി ഡാമേജ് ആയതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എടുത്ത് കളയാൻ പറ്റുമോ അതൊക്കെ? ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ എങ്ങനെ? വെള്ളം കയറി ഫംഗസ് പിടിച്ച് അങ്ങനൊക്കെ ആവുന്നതൊക്കെ മതി. ഒന്നുകിൽ അത് വെള്ളത്തിലിടാം, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. കത്തിച്ച് കളഞ്ഞതിന് കുഴപ്പമില്ല. നമ്മൾ ചവിട്ടരുത്, അവിടെ ഇവിടെ ഇട്ട് ചവിട്ടാൻ പാടില്ല. അത് കത്തിച്ച് കളഞ്ഞതിന് കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആണ്. മാതാജി, തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള സംശയമില്ല.
പക്ഷെ ഭഗവാൻ അവിടെയേ ഇരിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇറ്റ്സ് ഓൺലി എന്താ പറയാ, തീർച്ചയായിട്ടും അതൊരു ഫോട്ടോയാണ്. ഭഗവാനെ അത് തീർച്ചയായിട്ടും വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മളത് റെസ്പെക്ട് കൊടുക്കണം. പക്ഷെ അത് കേടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഇട്ട് ചവിട്ടുകയും അല്ലെങ്കിൽ കഴുകേണ്ട നല്ലത് ഒന്നുകിൽ നമുക്ക് വെള്ളത്തിൽ കൊണ്ട് കളയാൻ വേണമെങ്കിൽ. പിന്നെ വെള്ളത്തിൽ ഇപ്പൊ ഇടുന്നത്തെ കാലത്ത് വെള്ളത്തിലൊക്കെ ഇടുന്നത് പൊല്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയൊക്കെ ചില പാരിസ്ഥിതികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ബേൺ ഇറ്റ്. ഈവൻ വിഗ്രഹങ്ങൾ പോലും അതുകൊണ്ട് വെള്ളത്തിലിടാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഈ പൂജിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പല വിഗ്രഹങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, അത് വെള്ളത്തിൽ കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഹരേ കൃഷ്ണ പറയാനുണ്ടോ? പ്രഭു. പ്രഭു സമയമുണ്ടോ? എനിക്ക് കാര്യം ചോദിക്കാനാ. പ്രഭു റെക്കോർഡ് ഓഫ് ചെയ്തിട്ടുണ്ടോ? എന്താ മതി? റെക്കോർഡ് ഓഫ് ചെയ്തിട്ടുണ്ടോ? റെക്കോർഡ് ഓഫ് ചെയ്യാം, ഒരു മിനിറ്റ്. രുക്മിണി മാതിക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യമാണോ ചോദിക്കാനുണ്ടായിരുന്നത്? പ്രതി ചോദ്യമല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇത് എത്ര നന്നായിരുന്നു, ഈ ലോകം എത്ര നന്നായിരുന്നു. എന്താ പറഞ്ഞേ? ഇതെല്ലാം ഈ ഭാഗവതം ഇതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ജനങ്ങൾ എത്ര നന്നായിരുന്നേനെന്ന് പറഞ്ഞു. വളരെ കറക്റ്റ് ആണ് മാതാജി പറഞ്ഞത്. യെസ്, വളരെ കറക്റ്റ് ആണ്. അബ്സല്യൂട്ട്ലി അതാണ് നമ്മൾ മാക്സിമം നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. ആ ഒരു ദൗത്യം നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. വിഷ്ണുപ്രഭാതി, ജസ്റ്റ് 1 minute, ഐ വിൽ ജസ്റ്റ് കംപ്ലീറ്റ് ദിസ് ആൻഡ് കം ടു യു. സോ എന്താ പറയാ, ചൈതന്യ മഹാപ്രഭു പറഞ്ഞ എന്താണ്? ഭാരത ഭൂമി ഹോയിലെ ജന്മയാര ജന്മ സാർത്ഥകരി കറോ പരപോക. സോ ഫസ്റ്റ് നമ്മൾ സ്വയം ഇത് പാലിക്കുകയും എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവരികയും ഈ ധർമ്മം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും കംപ്ലീറ്റ് തെറ്റിദ്ധാരണ മാറും. വർണ്ണാശ്രമ ധർമ്മം എന്താണ് വളരെ വളരെ സ്പഷ്ടമായിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് രുക്മിണി മാതാജി പോയിന്റ് റേസ് ചെയ്തത്. ഹരേ കൃഷ്ണ, താങ്ക് യു സോ മച്ച്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീ പ്രഭുപാദ് കി ജയ്. സോ താങ്ക് യു സോ മച്ച്.